എബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യമാണ് ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കാൻ ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. അതെ, ഹാലലുയ, എന്നിലും നിങ്ങളിലും പകർന്നിരിക്കുന്നതായ അഭിഷേകം ഹാലലുയ ഈ നാളുകളിൽ ഹാലലുയ അധികം ജ്വലിപ്പിക്കേണ്ടത് ആവശ്യമാണ്. കഴിഞ്ഞ നാളുകളിൽ നാം ഏത് സാഹചര്യങ്ങളിലൂടെയാണ് ദൈവസന്നിധിയിൽ കടന്നു വന്നത്? ഹാലലുയ പുറംപോക്കിൽ കിടന്നതായ, ആർക്കും വേണ്ടാതിരുന്നതായ സ്ഥാനങ്ങളില്, എല്ലാവരാലും തള്ളപ്പെട്ടതായ അനുഭവത്തിലൂടെ നാം കടന്നു പോയപ്പോൾ ഹാലലുയ വേദനകളിലൂടെ, പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നുപോയതായ സ്ഥാനങ്ങളില് കർത്താവിന്റെ സാന്നിധ്യം നമ്മളെ തേടി വന്നു. നാം സ്വന്തമായി ഹാലലുയ മുടക്കിയ മുതലുകൊണ്ടോ, നാം സ്വന്തമായ നമ്മുടെ ആരോഗ്യം കൊണ്ടോ, ബലം കൊണ്ടോ, ജീവിത പ്രവൃത്തി കൊണ്ടോ ഒന്നും നമ്മെ കർത്താവ് ഹാലലുയ നേടിയെടുത്തതല്ല. ഹാലലുയ എന്നേക്കാൾ എത്രയോ ശ്രേഷ്ഠന്മാർ ഹാലലുയ ഈ നാളുകളിൽ ഉണ്ടായിട്ട് ഞാൻ ആലോചിക്കുമ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളില് ഏറ്റവും കൊള്ളാത്തവൾ ഞാൻ തന്നെയായിരുന്നു. സൗന്ദര്യം കൊണ്ട്, പ്രതാപം കൊണ്ട്, എല്ലാം കൊണ്ടും ഹാലലുയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ആ വചനം വായിച്ചതുപോലെ കൂട്ടുകാരിൽ പരമായിട്ട് ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ഒരു ദൈവം ഹാലലുയ ഹാലലുയ അടിയനെ തേടിയെത്തിയെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ നാളുകളില് ഹാലലുയ ഞാൻ വിശ്വാസത്തിൽ കടന്നു വരുന്നതിന് മുൻപ് ഹാലലുയ ഞങ്ങളുടെ കുടുംബത്തിലെ 7 മക്കളാണ്. ഹാലലുയ 7 മക്കളിൽ 6-ാമത്തവളാണ് ഞാൻ അവിടെ നിന്ന് ഹാലലുയ ഒത്തിരിയേറെ പ്രയാസങ്ങളൊക്കെയും അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. മാത്രമല്ല ഹാലലുയ എന്റെ മാതാപിതാക്കള് എന്നെ ആത്മീയമായ ജീവിതത്തിൽ, ഞങ്ങൾ യാക്കോബായ സമുദായത്തിലാണ് ജനിച്ചു വളർന്നത് എങ്കിലും അവിടുന്ന് എന്റെ പിതാവ്, എന്റെ മാതാവ് ഹാലലുയ ദൈവത്തെ അറിയുവാനും ദൈവം എങ്ങനെയുള്ളവനെന്ന് രാത്രിയിലും പകലുമൊക്കെ ഞങ്ങളെ വചനം വായിക്കുവാൻ പഠിപ്പിക്കുമായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, സന്ധ്യയാകുമ്പോൾ എന്റെ പിതാവ് എന്റെ അടുക്കൽ വന്നിരുന്നോട്ട് എന്നോട് പറയും, ബൈബിള് വായിക്കണം. എനിക്കറിയാത്തതൊക്കെയും എനിക്ക് പറഞ്ഞു തരുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. ഇന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, ആ പിതാവ് ഹാലലുയ എനിക്ക് അന്ന് പകർന്നു തന്നതായ വചനമുണ്ടായിരുന്നു. ഹാലലുയ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എന്റെ പിതാവ്, ഞാൻ ഉറങ്ങുകയാണെങ്കിൽ, ഞങ്ങൾ ചിലപ്പോൾ ചെറുപ്രായമാണല്ലോ, കിടന്ന് ഉറങ്ങിപ്പോവുകയാണെങ്കിൽ നല്ല നുള്ളു തരും. അങ്ങനെയാണ് ഹാലലുയ പിതാവ് ഞങ്ങളെ വളർത്തിയിരുന്നത്. ഹാലലുയ സമുദായ കെട്ടിലാണെങ്കിലും കർത്താവിനെ അറിയുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ ആ വിശ്വാസികളുടെ കൂട്ടത്തിലേക്ക് ചില കൂട്ടായ്മകളിലൊക്കെ ഞാൻ കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായ സാഹചര്യങ്ങളുണ്ട്. എനിക്കൊരു 18-16 വയസ്സായ സമയത്ത് ഞാന് അവിടെ അടുത്തുള്ളതായ ഒരു ചർച്ചില് മീറ്റിങ്ങുകൾക്കൊക്കെ ഞങ്ങൾ കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. അവിടെ കടന്നു ചെന്നപ്പോൾ എന്നോട് ഇങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു ദൈവദാസനിലൂടെ ഇപ്രകാരം പറയുവാൻ ഇടയായി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അത് ഞാൻ മറന്നുപോയിട്ടില്ല. നിന്നെ ഞാൻ അനേകരുടെ രാജാവായി ഹാലലുയ അഭിഷേകം ചെയ്യുവാൻ പോകുന്നുവെന്ന്. അന്ന് എനിക്ക് എന്താണ് അഭിഷേകമെന്നോ എന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും ആ വചനം എന്റെ ഉള്ളിൽ കടന്ന് ക്രിയ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ ഒരു ഏകദേശം ഒരു 19-20 വയസ്സായപ്പോൾ ഹാലലുയ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഹാലലുയ ഒരു വിവാഹം ആലോചന കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി. ആദ്യമായിട്ട് വന്നതായ വിവാഹാലോചനയാണ്. അങ്ങനെ ആ കടന്നു വന്ന സമയത്ത് ഞാൻ നഴ്സിങ്ങിന് പഠിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, നഴ്സിങ്ങിന് കടന്നു പോകണമെന്നുള്ള ഒരു ആഗ്രഹത്തോടെ ആയിരിക്കുമ്പോഴാണ് ഹാലലുയ വീട്ടിലുള്ളവരൊക്കെയും പറഞ്ഞു, ഇനിയും പഠിപ്പിക്കണ്ട, എന്നാല് നല്ല ആലോചനയല്ലേ, നടക്കട്ടെ എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി. അവിടെ നിന്ന് ഹാലലുയ പെട്ടെന്ന് എന്റെ ഒരു ആങ്ങള അന്ന് വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് പഠിക്കുവാൻ വേണ്ടി സാമ്പത്തികമായ നന്മകളൊക്കെയും അയച്ചു തരുവാൻ തക്കവണ്ണം ഇടയായി. അവിടെ നിന്ന് ഹാലലുയ വീണ്ടും എന്റെ ആങ്ങള പറഞ്ഞു, അവള് പഠിക്കട്ടെ, പഠിച്ചിട്ട് പിന്നെ വിവാഹം ആലോചിച്ചാൽ മതിയെന്ന്. ഈ വിവാഹാലോചന 6 മാസം വരെ നീണ്ടു നിൽക്കുവാൻ തക്കവണ്ണം ഇടയായി. തുടർന്ന് പഠിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ഹാലലുയ ദൈവസന്നിധിയിൽ ഞാൻ പഠിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വിവാഹാലോചന എനിക്ക് വീണ്ടും വരുവാൻ തക്കവണ്ണം ഇടയായത്. ഇതേ വിവാഹാലോചന തന്നെ, ആദ്യമായിട്ട് വന്നതും അവസാനമായിട്ട് വന്നതുമായ വിവാഹാലോചനയാണ് ഇപ്പോൾ ഞാൻ എന്റെ പ്രിയപ്പെട്ടവന്റെ കൂടെ ജീവിക്കുന്നത്. അങ്ങനെ എന്റെ പിതാവ് ഹാലലുയ ഞങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട്, ഞങ്ങളെ നിലമ്പൂരാണെങ്കിൽ എന്നെ കെട്ടിച്ചു വിടുന്നതായ കോഴിക്കോട് ജില്ലയില് എങ്ങനെ അവിടെ ചെന്ന് അവിടെ ചില പ്രിയപ്പെട്ടവരെ അറിയുന്നവരോടൊക്കെയും എന്നെ മോളെ അയക്കുന്നതല്ലേ അന്വേഷിക്കുവാൻ തക്കവണ്ണം ഇടയായി. കടന്നു ചെന്ന് ചോദിച്ചപ്പോഴൊക്കെയും ആരും വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ളതായി പറഞ്ഞില്ല. എങ്കിൽ അങ്ങനെ പെട്ടെന്ന് ഞങ്ങളുടെ വിവാഹം നടത്തുവാൻ തക്കവണ്ണം തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദ്യം
ആയിട്ട് ആ ഭവനത്തിൽ കടന്നു ചെല്ലുമ്പോൾ ഹല്ലേലൂയ ഞാൻ കണ്ടത് മദ്യപാനികളുടെ ഒരു കൂട്ടത്തിലേക്കാണ് എന്നെ വലിച്ചെറിയുവാൻ തക്കവണ്ണം ഇടയായത്. ഹല്ലേലൂയ എന്റെ പിതാവ്, എന്റെ ഹസ്ബൻഡിന്റെ പിതാവ്, ആ കുടുംബത്തിൽ ആരും തന്നെ ഇല്ല മദ്യപിക്കാത്തതായി. ആ പിതാവ് എന്റെ വൈകുന്നേരമായപ്പോഴേക്ക് എന്റെ ഹസ്ബൻഡ് മദ്യപിച്ചിട്ടാണ് കടന്നു വരുന്നത്. ഞാൻ വളരെ ഭാരത്തോടെ, എനിക്ക് മദ്യപാനികൾ എങ്ങനെയാണ് എന്ന് അതുവരെ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. എന്റെ കുടുംബത്തിൽ അങ്ങനെ ഞാൻ അനുഭവിക്കാത്തത് കൊണ്ട് ഞാൻ വളരെ വേദനയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ഇടയായി. അപ്പോഴൊക്കെയും ഞാന് എന്നെ ഹല്ലേലൂയ ദേവദാസൻ പറഞ്ഞതായ ഒരു ദൈവിക ആലോചന എന്റെ ഉള്ളിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി. ഞാൻ എന്റെ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, നീ എന്നെ ഇതിനു വേണ്ടിയിട്ടാണോ, എങ്ങനെയാണോ ഈ കുഞ്ഞാടിനെ ചെന്നായ്ക്കിട നടുവിലേക്ക് പറഞ്ഞയക്കുമെന്ന് തിരുവചനത്തിലുണ്ട്. അങ്ങനെയെങ്കിൽ എന്തിനാണ് എന്നെ ഇങ്ങനെയുള്ളവരുടെ അടുക്കിലേക്ക് പറഞ്ഞു വിട്ടത്? പക്ഷെ ഞാൻ ചെറുപ്പത്തിൽ ഞാൻ ആഗ്രഹിച്ചത് ഒരു സുവിശേഷ വേല ചെയ്യണമെന്ന് ആഗ്രഹിച്ചതായ വ്യക്തിയാണ്. ഹല്ലേലൂയ. അന്ന് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, അന്ന് സാമുദായിക രീതിയാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മഠത്തിൽ പോകുകയാണ്, എനിക്ക് കല്യാണം വേണ്ട എന്നൊക്കെ പറഞ്ഞു. എന്റെ മാതാപിതാക്കളെ, എന്റെ സഹോദരങ്ങളൊന്നും അതിന് സമ്മതിച്ചില്ല. അത് പറ്റില്ല, നീ സുവിശേഷ വേല ചെയ്തു കഴിഞ്ഞാൽ, മഠത്തിൽ പോയി കഴിഞ്ഞാൽ ശരിയാവുകയില്ല എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി. അതും ദൈവത്തിന്റെ ഒരു പ്ലാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവം ഒരു ദൈവ പൈതലിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ അത് എങ്ങനെയൊക്കെ കടത്തിവിടണമെന്ന് എന്റെ ദൈവം അറിയുന്നുണ്ട്. ഹല്ലേലൂയ ചുരുക്കമായിട്ട് മാത്രമേ ഞാൻ എന്റെ സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നുള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഹല്ലേലൂയ ഞാൻ അനുഭവിച്ചതായ വേദനകള്, പ്രതിസന്ധികള് എന്തു തന്നെയാണെന്ന് എനിക്ക് മാത്രമേ അറിയുകയുള്ളൂ. ആരും വിശ്വസിക്കുകയില്ല. അതുമാത്രം വേദനകളിലൂടെ ഞാൻ കടന്നുപോയ സാഹചര്യങ്ങളുണ്ട്. മൂത്ത പൈതലുണ്ടായി. ആ സമയത്ത് ഹല്ലേലൂയ എന്റെ ഹസ്ബൻഡ് വന്നിട്ട് പറയും, മദ്യപിച്ചിട്ട് രാത്രി ചിലപ്പോൾ 1 മണിയാവും 2 മണിയാവുന്ന സമയങ്ങളിലായിരിക്കും. ഹല്ലേലൂയ ഞാൻ ചിലപ്പോൾ കൊടയൊക്കെ എടുത്ത് ഒരു തുണി എടുക്കും എന്റെ കുഞ്ഞിനെ കിടത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ എസ്റ്റേറ്റ് ഉണ്ട്, ഞങ്ങളുടെ ആ വീടിനോട് ചേർന്നൊരു എസ്റ്റേറ്റ് ഉണ്ട്. ആ എസ്റ്റേറ്റിൽ കടന്നു പോയിരുന്നിട്ട് ഹല്ലേലൂയ ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ കാവലിരിക്കും. കാരണം വല്ല ജന്തുക്കൾ വന്നു കഴിഞ്ഞാല് എന്റെ കുഞ്ഞുങ്ങളെ എന്തെങ്കിലും ചെയ്യുമല്ലോ. ഞാൻ നേരമെടുക്കോളം ഹല്ലേലൂയ അവിടെ ഇരുന്ന് എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ കാവലിരിക്കും. അങ്ങനെ ഞാൻ 2 കുഞ്ഞുങ്ങളും ഹല്ലേലൂയ അങ്ങനെ അവര് തന്നെ ഓരോ വയസ്സിന് മാത്രമേ വ്യത്യാസമുള്ളൂ. അങ്ങനെ ചെറിയ കുഞ്ഞ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നെയും എന്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രയാസങ്ങളും പ്രതിസന്ധികളും മാത്രമാണ്. അടിയ്, ഉപദ്രവം, ഹല്ലേലൂയ അങ്ങനെ ഒത്തിരിയേറെ അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ ഞാൻ ഒരു ദിവസം എന്റെ ചെറിയ പൈതലിന് ഹല്ലേലൂയ ഞാൻ സഹിക്കാൻ വയ്യാതെയായപ്പോൾ ഞാൻ ഒരല്പം വിഷമെടുത്തിട്ട് ഹല്ലേലൂയ ചോറിൽ ഉരുട്ടി എന്റെ കുഞ്ഞിന് വേണ്ടി കൊടുക്കണം. അവൻ എന്നെ പിരിഞ്ഞിരിക്കത്തില്ല. ഞാൻ അപ്പോൾ അങ്ങനെ ഹല്ലേലൂയ ഞാൻ എന്റെ മനസ്സ് എനിക്ക് അനുവദിക്കുന്നില്ല അവന്റെ മുഖത്തേക്ക് നോക്കിയിട്ട്. ഹല്ലേലൂയ അപ്പോഴേക്ക് ആരോ ആ വീട്ടിലേക്ക് കടന്നു വന്നു. ഞാൻ പെട്ടെന്ന് ഹല്ലേലൂയ വിഷം ഉരുട്ടിയ ചോറ് കറുത്തിരുണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്നോട് കുഞ്ഞു ചോദിച്ചത് എന്താ മമ്മി എന്ന്. എനിക്ക് അവന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എനിക്കത് അവന് കൊടുക്കുവാൻ കഴിഞ്ഞില്ല. ഞാൻ പറയട്ടെ, ഇന്ന് എന്റെ പൈതല് ഹല്ലേലൂയ മസ്കറ്റിലെ ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. ദൈവം അവനെ തന്റെ കുഞ്ഞുങ്ങളെ കരുതുന്ന വിധങ്ങൾ ഓർക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. അത്രമാത്രം വിധത്തിൽ എന്റെ ദൈവം ഞങ്ങളെ കരുതുന്നു. പിന്നെയും ഒത്തിരിയേറെ വേദനകളിലൂടെ കടന്നുപോയി. എന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. മൂത്ത പൈതല് അവന് +2 കഴിഞ്ഞപ്പോൾ അവന് ചില മെക്കാനിക്കൊക്കെയും പഠിച്ചു. പിന്നെ ചെറിയ പൈതലാണ്. അവന് ഹോട്ടൽ SLC കഴിഞ്ഞു, നല്ല മാർക്കോടുകൂടി പാസ്സായി. അവൻ +1 +2 നല്ല മാർക്കോടെ പാസ്സായപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അവനെ എങ്ങനെയെങ്കിലും തുടർന്ന് നന്നായി രീതിയിൽ പഠിപ്പിക്കണമെന്ന്. അപ്പോൾ അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, മമ്മിക്ക് കഴിവുണ്ടോ? എന്നെ പഠിപ്പിക്കാൻ കഴിവില്ല, ഞാൻ എപ്പോഴെങ്കിലും എക്സാം എഴുതിക്കോളാം. ഇതാണ് ഞാൻ എന്റെ മമ്മി എന്റെ കൂടെ ഒന്ന് വന്നാൽ മതി, ഞാനൊരു കോഴ്സ് തീരുമാനിച്ചു. അങ്ങനെ അവൻ ഹോട്ടൽ മാനേജ്മെന്റ് എന്ന കോഴ്സ് അവൻ തീരുമാനം എടുക്കുവാൻ തക്കവണ്ണം ഇടയാക്കി. അങ്ങനെ ഞാൻ ആ ഹോട്ടൽ മാനേജ്മെന്റിന് അവന് ഒരു ഗവൺമെന്റ് കോളേജിലാണ് അഡ്മിഷന് വേണ്ടി കടന്നു പോകുന്നത്. ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. അവിടെ കടന്നു ചെന്നപ്പോൾ ഹല്ലേലൂയ ഓരോ വിഭാഗത്തിനനുസരിച്ചാണ് അവർക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. ആദ്യമേ കിട്ടുന്നത് കുടുംബശ്രീയുടെ വിഭാഗത്തിൽ നിന്ന് അവർക്കൊരു ഒപ്പോ സൈനോ അവരുടെ റെക്കമെൻഡോ ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടും. പിന്നെ അത് തന്നെയല്ല, ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ അങ്ങനെ പട്ടികജാതി പട്ടിക വിഭാഗം. അതിന് കഴിഞ്ഞതിന് ശേഷം
മെറിറ്റ് അടിസ്ഥാനത്തില്. അങ്ങനെ അപ്പൊ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവന് പ്രൊഡക്ഷൻ എടുത്തെങ്കിൽ മാത്രമേ ഇവന് മുകളിലെ ഫീൽഡിലേക്ക് അവന് കടന്നു പോകുവാൻ കഴിയുകയുള്ളൂ. എന്നോട് പറഞ്ഞു, മമ്മി പ്രൊഡക്ഷൻ ആണെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണ്ട എന്ന് പറയുവാൻ തക്കവണ്ണമിടയായി. അങ്ങനെ പേരൻസിനെ വിളിച്ച് ഒരു മീറ്റിംഗ് നടത്തി. ഞാൻ ആ പേരൻസിന്റെ മീറ്റിംഗില് ഞാൻ മൂലയ്ക്ക് പോയിരുന്നു കൊണ്ട് ഞാൻ ദൈവത്തോട് ഹല്ലേലൂയ ആരും കാണുന്നുണ്ടോ എന്ന് നോക്കി ഞാൻ ദൈവത്തോട് കരയുവാനും പ്രാർത്ഥിപ്പാനും തക്കവണ്ണമിടയായി. ആരും കാണാതെ ഞാൻ എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിനെ തുടച്ചു നീക്കുവാൻ തക്കവണ്ണമിടയായി. ദൈവത്തിന്റെ കരമെന്ന് പറയട്ടെ. ഞങ്ങൾ അവന്റെ ആ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടിരിക്കുന്നതായ ആ ലിസ്റ്റിൽ ചെന്ന് നോക്കുമ്പോൾ എന്റെ കുഞ്ഞിൻ്റെതായ ലിസ്റ്റിൽ കിടക്കുന്നത് 30ാമത്തെ ലിസ്റ്റാണ്. കാരണം ആകെ ഹല്ലേലൂയ പ്രൊഡക്ഷൻ കോഴ്സിൽ 20 വേക്കൻസികൾ മാത്രമേ ഉള്ളൂ. ആ 20 വേക്കൻസികളും അപ്പോഴേക്ക് കഴിഞ്ഞു പോകും. 30 ആകണമെങ്കിൽ പിന്നെ 10 എണ്ണം കൂടിയില്ലേ. അതിനു മുൻപ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പ്രൊഡക്ഷന്റെ കോഴ്സാണ്. അപ്പോൾ ഞാൻ ഓർത്തു, മോനെ നമുക്ക് യാതൊരു സാധ്യതയും ഇല്ല, വെറുതെ ഇവിടെ ഇരിക്കാമെന്നേ ഉള്ളൂ എന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കുഞ്ഞിനോട് പറയുവാൻ തക്കവണ്ണമിടയായി. അങ്ങനെ ഞങ്ങള് 10ാമത്തെ കഴിഞ്ഞപ്പോൾ അവിടെ 19ാമത്തെ ആളില്ല. പകരം നിതിൻ തമ്പിയെ വിളിക്കുവാൻ തക്കവണ്ണമിടയായി. ദൈവം എത്ര വലിയവനെന്ന് ഞാൻ ഹല്ലേലൂയ ഓരോ അനുഭവത്തിലൂടെ തക്കവണ്ണം ഹല്ലേലൂയ ഞാൻ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണമിടയായി. എന്റെ ദൈവം കഴിഞ്ഞ നാളുകളിൽ ഹല്ലേലൂയ തക്ക സമയത്ത് ഹല്ലേലൂയ ഞാൻ ഭാരപ്പെട്ടതായ സാഹചര്യങ്ങളില് എന്റെ കർത്താവിന്റെ കരമെന്നെ തേടിയെത്തി. ആർക്കും വേണ്ടാതിരുന്നതായ എന്നെ ഹല്ലേലൂയ എന്റെ കർത്താവിനെ ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ അവിടുത്തോട് ചേർത്ത് എന്നെ ഹല്ലേലൂയ നിർത്തിയതോർത്ത് എന്ന നന്ദിയോടെ സ്തുതിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ ഈ ഭൂമിയുടെ പുറത്ത് ഉണ്ടാകുക പോലുമില്ല. ഞാൻ ആത്മഹത്യക്ക് വേണ്ടി ഹല്ലേലൂയ ഒരു 3 അടിയുള്ള ആഴത്തിലേക്ക് ഹല്ലേലൂയ മരിക്കുവാൻ തക്കതായി തീരുമാനമെടുത്ത് ചാടുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. ഹല്ലേലൂയ അത്രമാത്രം ഞാൻ എന്റെ ഹല്ലേലൂയ വേദനകളിലൂടെ കടന്നുപോയപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഇപ്രകാരം കാണുവാൻ തക്കവണ്ണം ഇടയായി. ഒരു പെൺകുട്ടി ഹല്ലേലൂയ ഒരു വെള്ളത്തിൽ വീണിട്ട് ഹല്ലേലൂയ കഴുത്തിന് മുകളിലേക്ക് പൊങ്ങിക്കിടന്ന് അവൾക്ക് താഴുവാൻ കഴിയാത്തൊരു അനുഭവം. എന്നോട് ദൈവാത്മാവ് പറഞ്ഞത്, അന്നേ നീ മരിച്ചു പോയിരുന്നുവെങ്കിൽ ഹല്ലേലൂയ ആർക്കും ഹല്ലേലൂയ പ്രയോജനപ്പെടുമായിരുന്നുവോ? ഇന്ന് പകൽക്കാലം എന്നെ കർത്താവ് കണ്ടു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഹല്ലേലൂയ എന്നെ തേടിയെത്തിയതെങ്കിൽ, എന്നെ കുറിച്ച് ഹല്ലേലൂയ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ അത് ഹല്ലേലൂയ ആർക്കും തകർത്തു കളയുവാന് ഹല്ലേലൂയ അനുവദിക്കാത്ത ദൈവമാണ് എന്നോട് കൂടെയുള്ളതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പറയുന്നത്. കാരണം അതിന് മുൻപ് ഹല്ലേലൂയ ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ദൈവം എനിക്കൊരു പുതിയ ബലം തന്നു. ഹല്ലേലൂയ ആ അഭിഷേകത്തിന്റെ ശക്തി ഹല്ലേലൂയ ആ ദൈവദാസൻ ഹല്ലേലൂയ എന്നോട് പറഞ്ഞതായ വചനത്തിന്റെ ശക്തി ഹല്ലേലൂയ അവിടുന്ന് വ്യാപരിക്കുവാൻ തക്കവണ്ണമിടയായി. കൂട്ടുകാർ മാറിപ്പോകുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ വീട്ടിലുള്ളവർ ഹല്ലേലൂയ നമ്മളെ കൈവിട്ടു പോകുമ്പോൾ കൈവിടാത്ത നല്ലൊരു അപ്പച്ചൻ ഹല്ലേലൂയ നല്ല സഖിയായിട്ട് ഈ നാളുകളിൽ എനിക്കും നിങ്ങൾക്കും ഉള്ളത് ഓർത്ത് ഹല്ലേലൂയ സകല ഹല്ലേലൂയ പാപവും ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് ഹല്ലേലൂയ ആ യേശുവിനോട് അടുത്ത് ചെല്ലുന്നുവെങ്കിൽ ഹല്ലേലൂയ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാന് എനിക്ക് നിങ്ങൾക്കും കഴിയും. എന്റെ ഈ പ്രായത്തിനിടയിൽ ഹല്ലേലൂയ ഞാൻ ചിലപ്പോൾ ചിന്തിച്ചു പോകാറുണ്ട്, എന്റെ പൂർവ്വ മാതാപിതാക്കന്മാർ പോലും ഹല്ലേലൂയ ഞാൻ അനുഭവിച്ചതായ വേദനകൾ ഇട്ടില്ല എന്ന് ഞാൻ അങ്ങനെ വിശ്വസിക്കാറുണ്ട്. കാരണം അതൊരു ദൈവകൃപയാണ്. ദൈവത്തിന്റെ കൃപയില്ലെങ്കിൽ എനിക്ക് ജീവിക്കുവാൻ കഴിവില്ല കർത്താവേ. മാത്രമല്ല എന്റെ ഭർത്താവ് ഒരു തികഞ്ഞ മദ്യപാനി എന്ന് വേണം പറയുവാന്. ഹല്ലേലൂയ പുള്ളി ഹല്ലേലൂയ മദ്യം വാറ്റി ഉണ്ടാക്കും. അങ്ങനെ വാറ്റി ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ പേടിയാണ്. ഹല്ലേലൂയ പേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം? എന്റെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുകയില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരാഴ്ച ഹല്ലേലൂയ കുറെ സാധന സാമഗ്രികളൊക്കെ ഒരു കന്നാസിൽ കൊണ്ടിട്ട് അത് പൊളിച്ചു വരുമ്പോൾ വാറ്റി എടുത്ത് 2-3 ദിവസത്തേക്കേ ഉള്ളൂ. 5 ലിറ്റർ സാധനമൊക്കെ വാറ്റി അത് കുടിച്ചിട്ട് ചിലപ്പോൾ കൂട്ടുകാരെ കൊണ്ടുവരും, അവരും കുടിച്ചിട്ട് ഹല്ലേലൂയ വളരെ ഉപദ്രവവും വീട്ടിലുള്ള സാധനങ്ങളൊക്കെ എറിഞ്ഞു കളയുന്നതായ ഒരു അനുഭവത്തിലൂടെയാണ് കടന്നുപോയത്. എന്നാൽ ഞാൻ പലരും പഞ്ചായത്ത് പറഞ്ഞു സമയങ്ങളുണ്ട്. മനുഷ്യൻ ഹല്ലേലൂയ പഞ്ചായത്ത് പറഞ്ഞതായ സ്ഥാനങ്ങളിൽ
നാളുകളില് ഞാൻ എന്റെ ദൈവത്തോട് ഇപ്രകാരം ആ സമയത്ത് പറയുവാൻ തക്കവണ്ണമിടയായി. അവിടെ ആ കന്നാസ് വെച്ചിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ കള്ളം പറയുന്നതല്ല, സത്യമാണ് ഈ കാര്യം പറയുന്നത്. ഞാൻ ആ കന്നാസിന്റെ അടുത്ത് പോയി നിന്നിട്ട് ഹല്ലേലൂയ കണ്ണുനീരോടെ ഹല്ലേലൂയ ആ കന്നാസിൽ എന്റെ കണ്ണുനീർ തുള്ളികൾ ഓരോന്നായി വീഴുവാൻ തക്കവണ്ണമിടയായി. ആരും കണ്ടില്ല. ഹല്ലേലൂയ ഞാൻ ഇങ്ങനെയാ പ്രാർത്ഥിച്ചത്, കർത്താവേ നീ ജീവനുള്ള ദൈവമെങ്കില് ഹല്ലേലൂയ ഇത് മാറ്റുമ്പോൾ ഇത് നീ നിർവീര്യമാക്കുവാൻ നിനക്ക് കഴിയും. നിന്റെ ശക്തി ഇതിന് മേൽ വ്യാപരിക്കണമേ എന്ന് ഞാൻ പറയുവാൻ തക്കവണ്ണമിടയായി. ഹല്ലേലൂയ. മറിച്ച് ഞാൻ അങ്ങനെ വൈകുന്നേരം അങ്ങനെ ഇത് കഴിഞ്ഞു കഴിയുമ്പോൾ പ്രിയപ്പെട്ടവനെ ഇത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി കടന്നു വരികയാണ്. എടുക്കുന്ന സമയത്ത് ഒരു തുള്ളി ഹല്ലേലൂയ അന്ന് കിട്ടുവാൻ തക്കവണ്ണം ഇടയായില്ല. അന്നും എനിക്ക് സമാധാനക്കേടാണ്. അന്ന് എന്നോട് പറഞ്ഞത് നീ ഇതിലെന്തോ ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ എനിക്ക് ഉള്ളുകൊണ്ട് ഞാൻ ചിരിച്ചു. എന്റെ ദൈവം ചെയ്ത മഹത്വം ഹല്ലേലൂയ. പിന്നീട് ഞാൻ ഓർത്തു, ദൈവമേ ഇത് കിട്ടിയാലും എനിക്ക് സമാധാനമില്ല, കിട്ടിയില്ലെങ്കിലും എനിക്ക് സമാധാനമില്ലല്ലോ എന്ന്. എന്നാൽ ഞാൻ പറഞ്ഞു, എനിക്ക് ചിരി വരുന്നുണ്ട്, ഞാനൊന്നും ചെയ്തില്ല തമ്പ്യാസിന്, അല്ലെങ്കിൽ ആരെയെങ്കിലും വിളിച്ചുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് കാണിച്ചു കൊടുത്തു നോക്ക്. ഇല്ല നീ ഇതിലെന്തോ ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ എനിക്ക് ഇത്രയും ദിവസം 5 ലിറ്റർ സാധനങ്ങൾ കിട്ടുന്നതല്ലേ, എന്തുകൊണ്ട് ഇത് കിട്ടിയില്ല, നീ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണമിടയായി. അങ്ങനെ ഹല്ലേലൂയ വീണ്ടും 3 പ്രാവശ്യം കൂടി തന്റെ പ്രിയപ്പെട്ടവൻ ഇതിനു വേണ്ടി റിപ്പീറ്റ് ചെയ്യുവാൻ തക്കവണ്ണമിടയായി. ഈ 3 പ്രാവശ്യവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കരം ഹല്ലേലൂയ ആ വിഷയത്തിന്റെ നടുവിൽ ഇടപെട്ടു. അന്ന് തുടങ്ങി ഇന്ന് വരെയും ഹല്ലേലൂയ മദ്യം ഉണ്ടാക്കുന്നതായ പ്രവൃത്തി തന്റെ മകൻ നിർത്തൽ ചെയ്തു. തന്റെ മകനോട് പിന്നീട് ഞാൻ പറയുവാൻ തക്കവണ്ണമിടയായി, എന്റെ കണ്ണുനീർ തുള്ളികൾ അതിനകത്ത് വീണിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ സ്തോത്രം. ആരും ഹല്ലേലൂയ എന്നെ അന്ന് സഹായിക്കുവാനില്ല. എന്റെ ഹല്ലേലൂയ എന്റെ ഹസ്ബൻഡിന്റെ കൂട്ടുകാര്, എന്റെ ഹസ്ബൻഡിന്റെ പ്രിയപ്പെട്ടവരെല്ലാവരും മദ്യപിക്കുന്നവരാണ്. എല്ലാവരും അവർക്ക് സപ്പോർട്ട് മാത്രമേ നിൽക്കാറുള്ളൂ. അപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ എന്റെ ഈ വീട്ടിൽ വന്ന് ഞാൻ ആരോടും പറയാറില്ല എന്റെ വേദനകള്. പ്രിയപ്പെട്ടവരെ ഞാനൊന്ന് പറയട്ടെ, നമുക്ക് നമ്മുടെ ഭർതൃഗ്രഹത്തിൽ നിന്ന് വേദനകൾ കടന്നു വരുമ്പോൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ മറ്റുള്ളവരോട് പറഞ്ഞ് ഹല്ലേലൂയ നമ്മുടെ വിഷയത്തെ ഹല്ലേലൂയ പടർത്തി ഹല്ലേലൂയ വലുതാക്കി ഹല്ലേലൂയ ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് ഹല്ലേലൂയ ദൈവസന്നിധിയില് നമ്മുടെ ഹല്ലേലൂയ ഭവനത്തിൽ ഇരുന്ന് കരയുന്നുവെങ്കിൽ നമ്മൾ ഓരോ തുള്ളി കണ്ണുനീര് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഒഴുക്കുമ്പോഴും എന്റെ അപ്പന് മാറി നിൽക്കുവാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ അത്രമാത്രം ഹല്ലേലൂയ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്, കർത്താവേ എന്റെ കണ്ണിൽ ഇനിയും കണ്ണുനീരില്ല. അത്രമാത്രം ഞാൻ കണ്ണുനീരിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. എന്തിനെന്ന് പറയേണ്ടു, ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. അപ്പം ഇങ്ങനെ ഞങ്ങള് 4 പേരും പ്രിയപ്പെട്ടവനും ആ സമയത്ത് സ്നാനപ്പെട്ടു എന്ന് വേണം പറയുവാന്. കാരണം ദൈവദാസൻ ഇപ്രകാരം പറയും, ഞാൻ ഒത്തിരി ദൈവദാസന്മാരോട് എതിര് പറഞ്ഞതാണ്, ഞാൻ സ്നാനപ്പെടുകയില്ല. അന്ന് ഞാന് യാക്കോബായ സമുദായത്തിലെ സഹോദരിമാരുടെ ലീഡ് ചെയ്യുന്ന സഹോദരിമാരുടെ സമാജത്തിൻ്റെതായ സെക്രട്ടറി സ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല ഞാൻ പോവുകയില്ല എന്ന്. 3 മാസം ഞാൻ ദൈവസന്നിധി ഇരുന്ന് ദൈവത്തോട് ഞാൻ ആലോചന ചോദിക്കുവാൻ തക്കവണ്ണമിടയായി. ദൈവമേ ഞാൻ എവിടെയാണ് പോകേണ്ടതെന്ന്. അങ്ങനെ 3 മാസം ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ അവിടെ പള്ളിയിലെ ഹല്ലേലൂയ ഒന്നും പറഞ്ഞു വിടുവാൻ തക്കവണ്ണമിടയായില്ല. അവർക്ക് എനിക്ക് ദൈവാത്മാവ് വരുന്നതായ വചനം ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് എന്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണമിടയായി. ആ പറഞ്ഞപ്പോൾ തന്നെ 3 പേരും അത് അംഗീകരിക്കുവാൻ തക്കവണ്ണമിടയായി. പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ മാത്രമല്ല, എന്റെ വലിയ പൈതൽ ഹല്ലേലൂയ 2 കുഞ്ഞുങ്ങളും അങ്ങനെ വളർന്നു. ഹല്ലേലൂയ അവൻ +2 കഴിഞ്ഞു, ചെറിയവൻ +2 കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ യാതൊരു മുമ്പിൽ ഒരു വഴിയുമില്ല. പ്രിയപ്പെട്ടവനാണെങ്കിൽ ഈ തലത്തിലൂടെ കടന്നു പോകുന്നു, എനിക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഹല്ലേലൂയ തന്റെ പൈതലിന് വേണ്ടി ഒരു വഴികളെ തുറക്കുവാൻ തക്കവണ്ണമിടയായി. ഒരു എന്റെ പ്രിയപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി സൗദി അറേബ്യക്ക് കടന്നു പോകണം. അവന് അവിടെയുള്ള ഒരു വ്യക്തിയുമായിട്ട് ഹല്ലേലൂയ ബിസിനസ് ചെയ്യണം. അങ്ങനെ എന്നോട് ഇങ്ങനെ ഇപ്രകാരം പറയുവാൻ തക്കവണ്ണമിടയായി, ഓമനെ നീ ഇങ്ങനെ വേണ്ടി പ്രാർത്ഥിക്കുക, മനുവിനെ ഇങ്ങനെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട്, 2.5 ലക്ഷം രൂപ വേണമെന്ന് പറയുവാൻ തക്കവണ്ണമിടയായി. ഞാൻ ഓക്കെ പറഞ്ഞു. എങ്കിലും ഹല്ലേലൂയ ഈ 2.5 ലക്ഷം രൂപ എടുക്കണമെങ്കിൽ എന്റെ യാതൊരു നിവൃത്തിയുമില്ല. പ്രിയപ്പെട്ടവരെ, അന്ന് ഞങ്ങളുടെ ആധാരം കൊണ്ടുവച്ചിട്ട് ഏകദേശം ഒരു 7 വർഷമായി. ഒരു പലിശയോ ഒരു മുതലോ പോലും അടയ്ക്കാതെ 7 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് എന്റെ കുഞ്ഞിന്റെ വിഷയത്തിന് വേണ്ടി ദൈവത്തിന്റെ കരം ചലിക്കുവാൻ പോകുന്നത്. ഞാൻ സമയം ഏകദേശം ചുരുങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ടല്ലോ. ഞാൻ ആ പ്രകാരം എന്റെ കയ്യിൽ 1 രൂപ
പോലും ഇല്ലാതിരുന്ന സ്ഥാനങ്ങളില് ഈ 2.5 ലക്ഷം രൂപ ഉണ്ടാക്കുന്നത് എങ്ങനെയൊന്ന് ഞാൻ വിശ്വാസത്തോടെ കർത്താവിനോട് പറഞ്ഞു. നിനക്ക് ഉദ്ദേശമെങ്കില് ഹല്ലേലൂയ, ദൈവഹിത പ്രകാരം ദൈവം വഴി നടത്തും. ദൈവം തന്റെ പൈതലിനെ കടത്തിവിടുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ദൈവേഷ്ടമെങ്കിൽ മാത്രം കർത്താവേ നീ പറഞ്ഞയക്കും. അതിന് വേണ്ടതായ സാമ്പത്തിക നന്മകളും നീ എനിക്ക് നൽകി തരും. അന്ന് ആധാരം കൊണ്ടുവച്ചതായ ബാങ്കിൽ ഞാൻ കടന്നു ചെല്ലുമ്പോൾ, അതിനു മുൻപ് ഞാൻ ആധാരത്തിന്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് വീടിന്റെ ആവശ്യത്തിന് വേണ്ടി എടുക്കുവാൻ കടന്നു ചെന്നപ്പോൾ, അവിടെ നിന്ന് എന്നെ കരയിച്ച് കടത്തി വിട്ടതായ ഉദ്യോഗസ്ഥന്മാര് അന്ന് ഞാൻ ചെന്ന് ഇങ്ങനെ പ്രകാരം പറയുവാൻ തക്കവണ്ണം ഇടയായി. എന്റെ മോനും ഹല്ലേലൂയ വിദേശത്ത് കടന്നു പോകുവാനാണ്, ലോണിന്റെ ആവശ്യത്തിനാണ്. ഞാൻ കറക്റ്റ് സമയത്ത് കറക്റ്റ് മാസം അടച്ചു തീർക്കാമെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ 7 വർഷക്കാലം ലോൺ അടയ്ക്കാതിരുന്നിട്ട് ഒരു വ്യക്തി അവിടെ കടന്നു ചെന്നിട്ട് ഹല്ലേലൂയ പിന്നെയും ലോൺ കൊടുത്ത ഒരു ബാങ്ക് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ കടന്നു ചെല്ലുമ്പോൾ ഹല്ലേലൂയ, ഒരു പക്ഷേ എന്നെ ആ വ്യക്തിക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ കടന്നു ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്രയുണ്ട്, എന്റെ വിഷയങ്ങളിലൂടെ കടന്നു പോയതാണ്, ഞാൻ അതുകൊണ്ടാണ് ലോൺ അടയ്ക്കാതിരിക്കുന്നത്. ഞാനാണ് ഇത് ബാങ്ക് ലോൺ എടുക്കുന്നതെങ്കിൽ ഞാൻ കറക്റ്റ് ഞാൻ അടച്ചു തീർത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രിയപ്പെട്ട ആ വ്യക്തി എന്നോട് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, 30,000 രൂപ ഇവിടെ അടച്ചിട്ട് ഞാൻ ലോണ് പാസ്സാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഏകദേശം അവർ പറഞ്ഞതായ ഡേറ്റിൽ എനിക്ക് ബാക്കി പൈസ അവർക്ക് കൊണ്ട് കൊടുക്കണം. അങ്ങനെ ഞാൻ കടന്നു ചെന്നപ്പോൾ എങ്ങനെയെങ്കിലും ഞാൻ 20 രൂപ ഉണ്ടാക്കി. 10 രൂപ എന്റെ കയ്യിലില്ല. അപ്പൊ അത് ക്ലോസ് ചെയ്ത് എന്നിട്ട് ശേഷം മാത്രമേ അവർ ആ ലോൺ തരികയുള്ളൂ. അങ്ങനെ അത് എടുക്കുവാൻ വേണ്ടി കടന്നു ചെന്നപ്പോൾ എന്തു പറയണ്ടു, ആ വ്യക്തി എന്നോട് പറയുകയാണ്, നിങ്ങള് അവിടെ ഈ റെസിപ്റ്റ് കൊണ്ട് കാണിച്ചിട്ട് ബില്ലടച്ചിട്ട് പൊക്കോ, നിങ്ങൾ ഇത് തിരിച്ചു തന്നാ മതിയെന്ന്. പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. കാരണം വ്യക്തി പറഞ്ഞത്, ആ പുള്ളിയുടെ അക്കൗണ്ടിലെ 10,000 രൂപ എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നിട്ട് ഈ ലോൺ അടപ്പിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ചെയ്യുവാൻ കഴിയാത്തത് എന്താണുള്ളത്? ഞാൻ ആ ദൈവത്തെ അത്രമാത്രം നന്ദി പറഞ്ഞാൽ മതി വരില്ല. അത്രമാത്രം രീതിയിൽ തന്നെ ദൈവം എന്നോട് ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ ഹല്ലേലൂയ, ഞാൻ ഇന്ന് പൽക്കാലം ഒരു യോഗ്യതയുമില്ലാത്തവളാണ്. ആ കർത്താവിനോട് നന്ദി കേട് കാണിക്കുവാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ആ സ്ഥാനത്ത് പൈതൽ കടന്നു പോകാൻ അവന് വീട്ടിലുള്ളവർക്ക് പോലും അതിശയമായി. എല്ലാവരും പറയുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞു കേൾക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരൊക്കെയും ചോദിക്കും, നിനക്ക് എങ്ങനെയാണ്, ആരാണ് ഈ ലോണ് പാസ്സാക്കി തന്നതെന്ന്. പൈതലിന് പോകുന്നതിന് മുൻപ് തന്നെ 2.5 ലക്ഷം രൂപ ഞങ്ങൾ ലോൺ എടുക്കുവാൻ തക്കവണ്ണം ഇടയായി. മൂത്ത പൈതല് സൗദി അറേബ്യക്ക് പോയി. ഏകദേശം 2 മാസം കഴിഞ്ഞപ്പോൾ ചെറിയ പൈതലിനെ ഹല്ലേലൂയ ദൈവത്തിന്റെ ഒരു ആത്മാവിനോട് ഇടപെടുവാൻ തക്കവണ്ണം ഇടയായി. നിന്റെ 2 പൈതങ്ങളെ ഹല്ലേലൂയ 2 രാജ്യങ്ങളിലായി ജോലി ചെയ്ത നിനക്ക് വേണ്ടി ഹല്ലേലൂയ നിന്റെ കണ്ണുനീരിന്റെ ഫലമായി സന്തോഷങ്ങളെ നീ അനുഭവിക്കുമെന്ന് ദൈവാത്മാവിനോട് വ്യക്തമായി സംസാരിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ 2 മാസം കഴിഞ്ഞതിന് ശേഷം ചെറിയ പൈതല് ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞു. അവന് 19 വയസ്സ് കഴിഞ്ഞു. 20ാമത്തെ വയസ്സിലാണെന്ന് ഓർക്കണം. അവന് ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ് അതിൻ്റെതായ ജോലിക്ക് കയറിയത് മാത്രമേ ഉള്ളൂ. എന്ത് പറയണ്ടു, ദുബായിൽ നിന്ന് ഹല്ലേലൂയ ഒരു ഓണർ വന്നിട്ട്, ഒരു MD വന്നിട്ട് അവന്റെ ജോലി കണ്ടിട്ട് അവനേക്കാൾ മൂത്തവർ ഹല്ലേലൂയ അവനേക്കാൾ വലിയവർ ഹല്ലേലൂയ ജോലി ചെയ്യുന്നവർക്ക് ഇവൻ പറഞ്ഞു കൊടുക്കുന്നത് കണ്ടിട്ട് ആ MD ഇവനോട് ചോദിച്ചു, മോനെ നിനക്ക് ദുബായിൽ വരുവാൻ ആഗ്രഹമുണ്ടോ എന്ന്. അന്ന് ഞങ്ങൾ വീട്ടിൽ വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളാണ് പ്രിയപിള്ളേരെ. ഹല്ലേലൂയ അവൻ പറഞ്ഞു, അവനോർത്ത് തമാശയായിരിക്കുമെന്ന്. അവൻ പെട്ടെന്ന് അവനറിയാൻ ഞാൻ എന്ത് പറഞ്ഞാലും മമ്മി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമെന്ന്. മമ്മി ഒന്ന് പ്രാർത്ഥിക്കും, മമ്മി ഇനി എന്നോട് ഇങ്ങനെ ഒരു MD ചോദിച്ചിട്ടുണ്ട്, പക്ഷെ പിന്നെ ഏജ് ഒരു വിഷയമാണ്, എനിക്ക് 19 വയസ്സ് കഴിഞ്ഞതുള്ളൂ. അവനെന്തോ എനിക്കറിയത്തില്ല, അവന്റെ ദർശന പ്രകാരമാണോ, അവൻ എളുപ്പം പഠിച്ചതിന് ശേഷം ഉടനെ പാസ്പോർട്ട് എടുത്തു വെച്ചിരുന്നു. എല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് വേണം ഞാൻ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ അങ്ങനെ ഹല്ലേലൂയ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു 1 മണിയായപ്പോൾ എന്നോട് പറഞ്ഞു, മമ്മി പെട്ടെന്ന് മമ്മി കഫേ പോയിട്ട് എന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ഇട്ട് തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇട്ട് കൊടുത്തു. മമ്മി എന്നിട്ട് എന്നോട് അവൻ പറഞ്ഞു, മമ്മി ഇനി ആഗ്രഹിച്ചു പോകുമല്ലോ എന്നോർത്ത് അവൻ എന്നോട് പറഞ്ഞു, മമ്മി ആഗ്രഹിക്കുകയൊന്നും വേണ്ട, എന്താണെങ്കിലും ഇട്ടുകൊടുക്ക്, നമുക്ക് കിട്ടാനുള്ളതാണെങ്കിൽ കിട്ടും, നമുക്ക് സമയങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ സാരമില്ല, നീ ഇത്രയും ചെറുപ്പമല്ലേ, ഇപ്പോഴേ പോയി അവിടെ പോയി കഷ്ടപ്പെടണ്ടല്ലോ എന്ന് പറയുവാൻ തക്കവണ്ണമിടയായി. ദൈവത്തിന്റെ കരം ഹല്ലേലൂയ അന്നും ഹല്ലേലൂയ മൂത്ത പൈതൽ ഇട്ടു തന്നതായ ഹല്ലേലൂയ സാമ്പത്തികം അവന് കടന്നു പോകണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. അങ്ങനെ ഒരു ദുഃഖം ബുധനാഴ്ചയാണ് പെസഹ
വ്യാഴാഴ്ച ബാങ്കിന്റെ ഞാനൊരു ദൈവം നടത്തിയ പ്രവൃത്തി മാത്രം ചുരുക്കത്തിൽ പറയുവാൻ തക്കവണ്ണമാണ് ആഗ്രഹിക്കുന്നത്. അന്നൊരു പെസഹ ബുധനാഴ്ച, പെസഹ വ്യാഴാഴ്ച എല്ലാ ബാങ്കും അവധിയുള്ള ദിവസങ്ങളില് ബുധനാഴ്ച ദിവസം എന്നോട് പറഞ്ഞു, മമ്മി ഇന്നും നാളെയായിട്ട് ടിക്കറ്റ് വരും, പോകേണ്ട വരും എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യും? മൂത്ത പൈതല് ഒരു 25,000 രൂപ ബാങ്കിൽ ഇട്ടിട്ടുണ്ട്. അത് ഇവനിങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇവന് വേണ്ടിയിട്ട് ഇട്ടിരിക്കുകയാണ്, അതെടുക്കണം. അങ്ങനെ പെസഹ ബുധനാഴ്ച ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് ബാങ്ക് ഉദ്യോഗസ്ഥൻ, അവിടെ ബാങ്കില് എല്ലാം എന്തോ കംപ്ലൈന്റ് വന്നിട്ട് ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല, ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് ഓഫാണ് മേഡം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് കഴിയില്ല, ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നതാണ്. എനിക്ക് ഇന്ന് വൈകുന്നേരമാണെങ്കിലും എനിക്ക് പൈസ തന്നേ പറ്റുള്ളൂ. എന്റെ പൈതൽ എനിക്ക് വിദേശത്ത് കടന്നു പോകുവാന് ടിക്കറ്റ് എടുക്കുവാനുള്ളതാണ്, നാളെ ലീവാണ്. അന്നേരം ആ വ്യക്തി എന്നോട് പറയുകയാണ്, നാളെ ലീവാണെന്ന് നിങ്ങൾ നോക്കണ്ട, നാളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ ബാങ്ക് തുറന്ന് നിങ്ങൾക്ക് പൈസ തരും, നിങ്ങൾ ഇവിടുന്ന് പോകണമെന്ന് പറയുവാൻ തക്കവണ്ണമിടയായി. ദൈവത്തിന്റെ കരമാണ്. പെസഹ വ്യാഴാഴ്ച ഇതുവരെയും ബാങ്ക് തുറന്നത് ഞാൻ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. അന്ന് ബാങ്ക് തുറന്ന ആ വ്യക്തി എനിക്ക് പൈസ തരുവാൻ തക്കവണ്ണമിടയായി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനൊന്നും ഹല്ലേലൂയ സാധ്യമല്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഇത്രയും ഒന്നുമല്ല എന്റെ കർത്താവ് ഹല്ലേലൂയ ഓരോ ദിവസവും നടത്തുന്നത് ഓർക്കുമ്പോൾ നന്ദി പറഞ്ഞാലും മതി വരില്ല പ്രിയപ്പെട്ടവരെ. എന്റെ പ്രിയപ്പെട്ടവൻ ഇന്ന് ഹല്ലേലൂയ ഈ ദിവസങ്ങളിലെ മദ്യപാനത്തിൽ നിന്നൊരു മോചനം ലഭിച്ചു. സകലവിധ ഹല്ലേലൂയ വെറുക്കുത്തിനോടും വിട പറഞ്ഞു. എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം തന്റെ മകന് മേൽ വീഴണമെന്ന് ഞാൻ ഈ ദിവസങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. കഴിഞ്ഞ നാളുകളിൽ എന്നെ നടത്തിയെങ്കിൽ ഇനിയും നടത്തുവാൻ എന്റെ ദൈവം ശക്തനെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ നമ്മോട് ദൈവം വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ എന്നിലും നിങ്ങളിലും ഹല്ലേലൂയ വാഗ്ദത്തങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെയും നിവർത്തിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കഴിയുമെന്ന് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നാം ഒന്ന് വിശ്വസിച്ചാട്ടെ. ഏത് പ്രതിസന്ധികളില് ഹല്ലേലൂയ ചിലപ്പോൾ ഹല്ലേലൂയ ആ തക്ക സമയത്താണ് എന്റെ ദൈവം പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. ഞാനൊരു വിഷയത്തിന് വേണ്ടി ഹല്ലേലൂയ കരഞ്ഞപ്പോൾ എന്റെ പൈതലും ഞാനും കൂടിയാണ് ദൈവസന്നിധിയിൽ കടന്നു വന്നപ്പോൾ ഒരു ആലോചന പറയുവാൻ തക്കവണ്ണമിടയായത്. തക്ക സമയം